ഈ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന ആമേഴഞ്ചൻ തോട്ടിലാണ് ശുചീകരണ തൊഴിലാളി ജോയി പെട്ടുപോയത്. ഈ മാലിന്യക്കൂമ്പാരമാണ് ജോയിയുടെ ജീവൻ കവർന്നെടുത്തത്. മാലിന്യ സംസ്കരണത്തിലെ അപാകതയിലേക്ക് കൂടിയാണ് ജോയിയുടെ മരണം വിരൽ ചൂണ്ടുന്നത്. ആരാണ് ജോയിയുടെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി? റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നാണ്. ഇത് റെയിൽവേ പ്രോപ്പർട്ടി ആണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ആമേഴഞ്ചൻ തോട്ടിലെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം. ജോയിയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ തന്നെ റെയിൽവേയും കോർപ്പറേഷനും ഏറ്റുമുട്ടൽ തുടങ്ങിയിരുന്നു. ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായത് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിലെ വലിയ മാലിന്യക്കൂമ്പാരമാണ്. ഈ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്യേണ്ടത് റെയിൽവേ തന്നെയാണ്. ഇതിനായി 3 തവണ നഗരസഭാ സെക്രട്ടറി റെയിൽവേക്ക് നോട്ടീസ് നൽകി. മെയ് 7-നും 17-നുമാണ് നോട്ടീസ് നൽകിയത്. ഒടുവിൽ കഴിഞ്ഞ മാസം 19-ന് മുന്നറിയിപ്പ് നോട്ടീസും നൽകി. പക്ഷേ റെയിൽവേ തിരിഞ്ഞു നോക്കിയില്ല. അതിന്റെ പരിണിത ഫലമാണ് ജോയി എന്ന മനുഷ്യനെ നമുക്ക് കുരുതി കൊടുക്കേണ്ടി വന്നത്. ആമേഴഞ്ചൻ തോടിന്റെ പൂർണ്ണ ശുചീകരണത്തിന് റെയിൽവേയുടെ സഹകരണം കൂടി അനിവാര്യമാണ്. തമ്പാനൂരിൽ നിന്നും പോയി മോസ്ക് ലൈൻ വഴി നമ്മുടെ ബസ് സ്റ്റേഷൻ കറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ ചെല്ലും. അതാണ് നമ്മുടെ വലിയ ബോട്ടിൽ നെക്ക്. റെയിൽവേ ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, റോഡ്സ് ഉണ്ട്, പിന്നെ ഇറിഗേഷൻ, മേജർ, മൈനർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വാട്ടർ അതോറിറ്റി, പിന്നെ കോർപ്പറേഷൻ, ഇവരെ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ തന്നെയായിരിക്കണം. അത് പറ്റുമെങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെയായിരിക്കണം. ആമേഴഞ്ചൻ തോട്ടിൽ മാത്രമല്ല റെയിൽവേയുടെ അനാസ്ഥ. ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കുക. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് മാലിന്യം മല പോലെ കൂട്ടിയിട്ട നടപടി ചോദ്യം ചെയ്യുന്ന നഗരസഭാ സെക്രട്ടറി. ഇക്കഴിഞ്ഞ മെയിലാണ് ഈ സംഭവം. നാട്ടുകാർക്ക് മാലിന്യം ബുദ്ധിമുട്ടായപ്പോൾ നഗരസഭ നോട്ടീസ് നൽകി. എന്നിട്ടും കൂട്ടാക്കാതിരുന്നതോടെയാണ് സെക്രട്ടറി നേരിട്ടെത്തി റെയിൽവേയോട് ക്ഷുഭിതനായത്. ഒട്ടും വൈകിയില്ല, റെയിൽവേ മാലിന്യം നീക്കം ചെയ്തു. കുറേയൊക്കെ കോർപ്പറേഷനും ഉത്തരവാദിയാണ്. 5 ദിവസം മുമ്പുള്ള ഈ ദൃശ്യങ്ങളാണ് അതിന് തെളിവ്. ആറ്റുകാൽ കാലടി ബണ്ട് റോഡ്. കോർപ്പറേഷന്റെ സ്വന്തം ലോറിയിൽ ജീവനക്കാർ മാലിന്യം കിള്ളിയാറ്റിന്റെ തീരത്ത് തള്ളുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വഴിയാത്രക്കാരനാണ് ദൃശ്യങ്ങൾ പകർത്തി മാതൃഭൂമി ന്യൂസിന് നൽകിയത്. മഴയിൽ മാലിന്യം മുഴുവൻ കിള്ളിയാറ്റിലേക്ക് ഒലിച്ചിറങ്ങി. ഇതാണ് തലസ്ഥാന നഗരത്തിൽ നടക്കുന്നത്. മഴക്കാലത്തെ വെള്ളപ്പൊക്ക ഭീഷണിയും രോഗഭീഷണിയും മാത്രമല്ല, ജോയിയെ പോലെ ഇനിയും കുറെ മനുഷ്യരുടെ ജീവനുകൾ ഈ അഴുക്കുചാലുകൾ കവർന്നെടുത്തേക്കാം. ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.